സെലിബ്രിറ്റി ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാന്ത് പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ ലൈഫിലെ ആദ്യത്തെ സെലിബ്രിറ്റി ക്രഷാണ് ഡാനിയൽ റെഡ്ക്ലിഫ്, ഇവിടെ ഹാരി പോട്ടർ. ഹാരി പോട്ടറിന്റെ ഫസ്റ്റ് സിനിമ ദ ഫിലോസഫർ സ്റ്റോൺ, അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് പുള്ളിക്കാരനോട് തുടങ്ങിയതാണ് ഈ കടുത്ത ആരാധന. ഒറ്റ വട്ടം കണ്ടു അപ്പം തന്നെ അഡിക്റ്റായി. ലോഗോ മാത്രമല്ല, അന്ന് HBO-യും ഹാരി പോട്ടർ കാണിക്കുന്നുണ്ട്. രാത്രി 10 മണിക്ക് തുടങ്ങുന്ന സിനിമ ചിലപ്പോൾ 12 മണിക്കും 1 മണിക്കും ഒക്കെ ആയിരിക്കും തീരുന്നത്. നമ്മുടെ ഹോളിലെ TV എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10 മണിയാകുമ്പോൾ ഓഫാവും. പിന്നെ അതാരെങ്കിലും ഓണാക്കിയാൽ വീട്ടിൽ സംഘർഷം ഉണ്ടാവും. ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ TV നൈസായിട്ട് ഓണാക്കും, എന്നിട്ട് ഒച്ച ഒരു കട്ടയിലാക്കും, എന്നിട്ട് തലയിലൊരു ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ടിട്ട് ജാതുവിനെ പോലെ ചെവി ഇങ്ങനെ സ്പീക്കറിനോട് ചേർത്ത് വെച്ച് അത്രയും ആത്മാർത്ഥമായിട്ടിരുന്ന് ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹാരി പോട്ടർ സിനിമ മാത്രമാണ്. ഹാരി പോട്ടറിന്റെ നെയിം സ്ലിപ്പ്, ഹാരി പോട്ടറിന്റെ വാട്ടർ ബോട്ടില്, ഹാരി പോട്ടറിന്റെ ബാഗ്, ഹാരി പോട്ടറിന് ഒരു സെപ്പറേറ്റ് ജേണൽ ഉണ്ടാക്കുക. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന്റെ പേര് ജേണൽ എന്നാണെന്ന് തന്നെയുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഓർഡർ ഓഫ് ദി ഫിനിക്സിലാണെന്ന് തോന്നുന്നു ഹാരി പോട്ടറിന് ചോയ് എന്ന് പറയുന്ന ഒരു നായികയെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ കരഞ്ഞ കരച്ചിലിനുണ്ടല്ലോ കയ്യും കണക്കുമില്ല. എന്റെ അത്രയും ലെവലിലുള്ള ഒരു ഹാരി പോട്ടർ ഫാന് അന്ന് പഞ്ചായത്തിൽ വേറെ ഇല്ല. കഥക് തുറക്കണേ അല്ലാഹുമോറ, വെട്ടം വരണേ ലൂമോസ്, വിംഗാരിയം ലെവിയോസ, അവാഡ കഡാവറ, എക്സ്പെക്ട പെട്രോന, അതൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഹാരിയുടെ ഓറ